നമ്മുടെ ഗാർപ്പും റോജറും ചേർന്നിട്ടാണ് റോക്സിറ്റി സെബക്കിനെ ഡിഫീറ്റ് ആക്കിയത് എന്നാണ് സെങ്കൊക്കെ പറയുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല. കാര്യം എന്താ വെച്ചാൽ ഇതെന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, പൊട്ടത്തെറ്റാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഹറാൾഡും വേൾഡ് ടൂർണമെന്റ് തമ്മിലൊരു കോൺവെർസേഷൻ നടന്നിരുന്നു. എന്തിനാണെന്ന് വെച്ചാൽ സെബേക്കറെ കൊന്നാളിനാല് എൽബഫിന് വേണ്ടി പുറം രാജ്യമായിട്ടൊരു സൗഹൃദ ബന്ധങ്ങൾ ഉണ്ടാക്കി തരാന്നുള്ളൊരു ഡിമാൻഡ് ആയിരുന്നു നമ്മുടെ വേൾഡ് ടൂർണമെന്റ് ഹറാൾഡിന് മുമ്പിൽ വെച്ചിരുന്നത്. അത് ഹറാൾഡ് സ്വീകരിക്കുകയാണ്. പിന്നീട് എൽബഫിൽ വെച്ചിട്ട് നമ്മുടെ സെബേക്കും അതുപോലെ തന്നെ ഹറാൾഡും തമ്മിൽ കണ്ടുമുട്ടിയ സമയത്ത് ഒരു വലിയ ക്ലാഷ് നടന്നു. പിന്നീട് നമ്മുടെ റോക്സ് പറയാണ്, നീ ഇത്ര വിഡ്ഢിയാണോ, നീ അവരുടെ ഡിമാൻഡിന് വഴങ്ങി കൊടുത്തില്ലേ എന്നുള്ള രീതിയിലാണ് നമ്മുടെ റോക്സിറ്റി സെബേക്ക് പറഞ്ഞത്. ആ സമയത്ത് നമ്മുടെ ഹറാൾഡ് പറഞ്ഞിരുന്നു, ആദ്യമൊക്കെ ഞാൻ ഒരു സുഹൃത്തിനെ കൊല്ലാന്ന് പറഞ്ഞ സമയത്ത് പിൻവലിയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ എൽബഫിന് വേണ്ടി സൗഹൃദം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ സമയത്താണ് ഞാൻ അതിന് ഉൾക്കൊണ്ടത്, അതായത് സ്വീകരിച്ചതെന്നാണ് നമ്മുടെ ഹറാൾഡ് നമ്മുടെ റോക്സിറ്റി സെബേക്കിനോട് പറഞ്ഞത്. പിന്നീട് നമ്മുടെ റോക്സിറ്റി സെബേക്ക് പറയാണ്, ഇതോടെ നമ്മൾ തമ്മിലുള്ള ബന്ധം തീർന്നു, എന്നെ നിന്റെ ക്രൂവിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നാണ് നമ്മുടെ റോക്സിറ്റി സെബേക്ക് പറഞ്ഞത്. പിന്നീട് അവർ തമ്മിൽ രണ്ടാളും പിരിയാണ്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗോഡ് വാലിയിലേക്ക് ഹറാൾഡും അതുപോലെ തന്നെ ഗാർപ്പും റോജറും ചേർന്നിട്ടായിരിക്കണം നമ്മുടെ റോക്സിറ്റി സെബക്കിനെ ഡിഫീറ്റ് ആക്കിയത്. ഇതിൽ പൊട്ടത്തെറ്റായിരിക്കാം, പക്ഷെ എനിക്കൊന്നും അങ്ങനെയാണ്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.